കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ ധ്യാനിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു. യഹോവ മെക്കണേഷം ശുദ്ധീകരിക്കുന്നവനായ ദൈവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമുക്ക് ധ്യാനിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിച്ചല്ലോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യഹോവ സെബായോത്ത് എന്നുള്ളതായ ദൈവത്തിൻ്റെ സംയുക്ത നാമത്തെക്കുറിച്ചാണ്, അഥവാ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമം. ഈ ഒരു പേര് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ ആ വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പതിവായിരുന്നു. ഞാൻ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ ചിന്താവിഷയം അതല്ലാത്തതുകൊണ്ട്. പക്ഷേ ഈ വേദഭാഗത്തിൽ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നതായ സംയുക്ത നാമമാണ്, അഥവാ യഹോവ സെബായോത്ത് എന്നുള്ള ആ എബ്രായ വാക്കാണ്. ആ വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏതാണ്ട് 281 പ്രാവശ്യം സൈന്യങ്ങളുടെ യഹോവ എന്നുള്ളതായ ആ സംയുക്ത നാമം കൊടുത്തിട്ടുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഓരോരോ വേദഭാഗത്തിലും ആ എഴുത്തുകാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതരായി അവർ ദൈവത്തിൻ്റെ ഈ സംയുക്ത നാമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റുകളിൽ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ അത് വളരെ അനുയോജ്യമാണ്. വേദപുസ്തകത്തിൽ 281 പ്രാവശ്യം ഈ ഒരു നാമം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം ആ നാമങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങളെല്ലാം തന്നെ പറയുവാൻ നമുക്ക് സമയം ലഭിക്കുകയില്ല. എന്നാൽ ഞാൻ ഈ സൈന്യങ്ങളുടെ യഹോവ എന്നുള്ളതായ ആ നാമത്തെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ് എന്നാണ്. അതായത് അനേക സൈന്യങ്ങൾ ഉള്ളതായ അല്ലെങ്കിൽ സൈന്യങ്ങളാൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവത്തെ. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്ത് നമുക്ക് വളരെ ശക്തരായ പട്ടാളക്കാരുണ്ട്, അല്ലെങ്കിൽ സേനാ വിഭാഗങ്ങളുണ്ട്. പല വിഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ഈ സേനകൾ പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത സമയത്ത് നമ്മളുടെ വയനാട്ടിൽ ഉണ്ടായ ആ ഉരുൾപൊട്ടലിലും അനേക ആളുകൾ മരിച്ചതായ സന്ദർഭത്തിൽ നമ്മളുടെ പട്ടാളക്കാർ കടന്നു വന്നാണ് വളരെ പ്രധാനപ്പെട്ടതായ പ്രവൃത്തികൾ ചെയ്തത്. സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് പട്ടാളക്കാരുടെ അല്ലെങ്കിൽ ഈ സേനാ വിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവൃത്തി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് നാം പഠിച്ചാൽ കേവലം യുദ്ധം മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ സുഗമമാക്കുവാൻ കഴിയുന്നതായ പ്രവർത്തനങ്ങളിലും നമ്മളുടെ സേനാ വിഭാഗങ്ങൾ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആശയത്തിന് തന്നെ നമുക്ക് ഒരു കാര്യം ബോധ്യമാവും, ദൈവം അവൻ ഏകനാണ്. അതേസമയം തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായി, ദൈവത്തെ സേവിക്കുന്നവരായി കോടാനുകോടി ഗണം ദൂത സൈന്യം ദൈവത്തിനുണ്ട്. ഇതിൽ ആസ്പദമായിട്ടുള്ള ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 104-ന്റെ 4-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. ദൂതന്മാരെ ആരും കണ്ടിട്ടില്ല, അവരെല്ലാം തന്നെ സ്പിരിറ്റ് ബീയിങ് ആണ്, അവരെല്ലാം തന്നെ ആത്മീയ ജീവികളാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങനെയുള്ള ദൂതന്മാർ മാത്രമല്ല, ഇന്ന് പ്രകൃതിയിൽ കാണുന്നതായ അല്ലെങ്കിൽ നമ്മൾ ദൃശ്യമായി തീരുന്നതായ അഗ്നിയും, അതേപോലെ നമുക്ക് ദൃശ്യമല്ല എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന കാറ്റുകൾ പോലും ദൈവം തൻ്റെ ദൂതന്മാരായി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന സകലതിനെയും ദൈവം തൻ്റെ ദൂതന്മാരാക്കി മാറ്റുന്നു. മനുഷ്യനെ പോലും ദൈവത്തിൻ്റെ ദൂതന്മാരായി മാറ്റുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാം മെമ്രയുടെ തോപ്പിലിരിക്കുമ്പോൾ കടന്നു വന്നതായ 3 വ്യക്തികൾ, അവർ ദൈവത്തിൻ്റെ ദൂതന്മാരായിരുന്നു. അതേപോലെ തന്നെ യാക്കോബിൻ്റെ അടുക്കലേക്ക് ഒരു മല്ല യുദ്ധത്തിന് വേണ്ടി കടന്നു വന്നതായ വ്യക്തിയും ഒരു മനുഷ്യരൂപത്തിലാണ് കടന്നു വന്നത്. അങ്ങനെ ദൈവം ഈ പ്രപഞ്ചത്തിലുള്ളതായ സകലതിനെയും തൻ്റെ ദൂതന്മാരായി ഉപയോഗിക്കുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ റബ്ബിമാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഈവൻ ദ ഗ്രാസ് ഓഫ് ദി എർത്ത് ഹാസ് ഇറ്റ്സ് ഏഞ്ചൽ എന്ന. അതായത് ഈ ഭൂമിയിലുള്ള പുല്ലിന് പോലും ദൂതന്മാർ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠിപ്പിക്കൽ ഏറ്റവും കുറഞ്ഞത് 2 ദൂതന്മാർ ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ ദൂതന്മാരാൽ ദൈവം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു.
ഓരോരോ ഗോളങ്ങൾക്കും ഓരോരോ പ്രപഞ്ച ശക്തികൾക്കും എല്ലാം ദൈവം അതാത് ദൂതന്മാരെ വെച്ചിട്ടുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സങ്കീർത്തനം 24:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ, അവൻ തന്നെയാണ് മഹത്വത്തിൻ്റെ രാജാവ്. അപ്പോൾ ഇത്രത്തോളം ഒരു ദൂത സേനയെ, ഇത്രത്തോളം ഒരു സൈന്യത്തെ ഒരുക്കിയതായ ദൈവം, ഇത്രത്തോളം ഒരു സൈന്യ സമേതം ആയിരിക്കുന്നതായ ദൈവം എത്ര ശക്തനാണെന്ന് നമ്മൾ ഓരോരുത്തരും ഗ്രഹിച്ചറിയേണ്ടത് ആവശ്യമാണ്. സങ്കീർത്തനം 68:17 നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടിയുമാകുന്നു. അപ്പോൾ രഥങ്ങൾ തന്നെ 1000 കോടിയുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ സൈന്യ ബഹുത്വം എത്ര വലുതാണ്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? നമ്മുടെ ദൈവം യുദ്ധവീരനായ ദൈവമാണ്. അവൻ യുദ്ധം ചെയ്യുന്നവനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമ പുസ്തകത്തിൽ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോക ദുർശക്തികളോടും സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ സേനയോടുമാണ് നമുക്ക് പോരാട്ടമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എപ്പോഴും തൻ്റെ സൈന്യത്തെ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ആധിപത്യമിടുന്ന സകല ദുഷ്ടശക്തികൾക്കെതിരെയും ദൈവം പോരാടുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിലും നേരിടുന്നതായ പ്രശ്നങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുന്നതിന് കാരണം ആ ദൈവത്തിൻ്റെ സർവ്വശക്തിയെ മനസ്സിലാക്കിയാണ്. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ വെച്ച് നാം ദൈവത്തെ അളക്കാൻ പാടില്ല. മറിച്ച് ദൈവം സർവശക്തനാണ്. ഹി ഈസ് ഓൾമൈറ്റി ഗോഡ്, ഹി ഈസ് ദ എൽ ശദൈ ഗോഡ്. അവൻ സർവശക്തനായ ദൈവമായതുകൊണ്ട് നമ്മുടെ ആശ്രയം നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിനടുക്കിലേക്ക് വയ്ക്കുവാൻ കഴിയും. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയാത്തതായ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്ന് ഗ്രഹിച്ചിട്ട് വളരെ നിരാശയോടുകൂടെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണല്ലോ. അതുകൊണ്ട് ഇന്ന് ഈ വചനപ്രകാരം നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും അതേ യഹോവ സബയത്ത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണമായി ആശ്രയിച്ച് ഒരു ജീവിതം നയിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യഹോവ സബയോത്ത് എന്നുള്ള വളരെ മനോഹരമായ ദൈവത്തിൻ്റെ സംയുക്ത നാമത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം അങ്ങിടയാക്കിയതിനായി നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ഞങ്ങൾ അരക്ഷിതരാണ്. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട് ഞങ്ങളെ ആർക്കും സഹായിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. കർത്താവ്, ഈ വചനം കേട്ട അങ്ങയുടെ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങളാൽ അങ്ങയുടെ മക്കൾ നിറഞ്ഞു വരട്ടെ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ഓരോരുത്തരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. Have a nice day. God bless you all.